ഓക്കെ, ഗുഡ് ഈവനിങ്. നമുക്കിന്ന് എക്സാമിന് ഒരു ഭാഗം നമ്മൾ പഠിപ്പിച്ചില്ലായിരുന്നു. അതാണ് ഞാനിന്ന് ഇപ്പോൾ ക്ലാസ്സിലെടുക്കാനായിട്ട് പോകുന്നത്. അതാണ് ബാൻഡ് ബ്രേക്ക് എന്ന് ആണ് അതിനകത്ത് പറയണം. ബാൻഡ് ബ്രേക്ക് നമ്മൾ ഡിസൈൻ ഓഫ് ബാൻഡ് ബ്രേക്ക് നമ്മൾ പഠിച്ചില്ലായിരുന്നു. അതിനു മുമ്പ് ജസ്റ്റ് എന്താണ് ബാൻഡ് ബ്രേക്ക് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ബ്ലോക്ക് ബ്രേക്ക് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അതിൻ്റെ വേറൊരു ടൈപ്പ് ബ്രേക്കാണ് ബാൻഡ് ബ്രേക്ക്. നിങ്ങളോട് യൂണിവേഴ്സിറ്റി എക്സാമിൽ രണ്ട് ടൈപ്പ് ബ്രേക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ആദ്യത്തേതാണ് നമ്മളുടെ ബ്ലോക്ക് ബ്രേക്ക്, അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തു തന്നു. രണ്ടാമത്തേതാണ് ബാൻഡ് ബ്രേക്ക്. ഇതാണ് ഈ ഫിഗറിൽ കാണുന്നതാണ്. ദിസ് ഇസ് എ ബാൻഡ് ബ്രേക്ക് and this is a brake drum, this is a shaft, and it's like അതൊരു ലൈക്ക് ഒരു ബെൽറ്റ് അബൌട്ട് ദ ഫൾക്രത്തിൽ ഫിക്സ് ചെയ്ത് അതേപോലെ വേറൊരു പോയിന്റിൽ ബെൽറ്റ് അതിൽ രണ്ടാമത്തെ വേറൊരു പോയിന്റിലും ഒന്നാമത്തെ ഫൾക്രത്തിലും വെക്കുന്നതാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മളിതിനകത്ത് ലിവറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫൾക്രം പിൻ ടേൺ ചെയ്ത് ഈ ബെൽറ്റ് ഈ റൊട്ടേറ്റിംഗ് ബ്രേക്ക് ഡ്രമ്മിന് ടൈറ്റൻ ചെയ്ത് നമ്മളുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി എന്ത് ഷാഫ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ബാൻഡ് ബ്രേക്ക്. നോർമലി എല്ലാ ബ്രേക്കുകളുടെ അതേ പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ ഈ ബെൽറ്റ് വെച്ചിട്ടാണിത് ചെയ്യുന്നത്. ആ ബെൽറ്റിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ബ്രേക്ക് ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, അതേപോലെ ബ്രേക്ക് ഡ്രം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ടെൻഷൻ എന്തായിരിക്കും, പി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരും. ഫസ്റ്റ് കേസ്. അതേപോലെ ഇവിടെ വരുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ഈ ബെൽറ്റ് വന്ന് ഈ ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് നമ്മൾ ബ്രേക്ക് ഡ്രമ്മിന് മേളിൽ വന്ന് ടൈറ്റൻ ചെയ്തിട്ടാണ് നമ്മൾ ഷാഫ്റ്റിനെ നിർത്തുന്നത് ഞാൻ പറഞ്ഞു. അവിടെ ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഇവിടെ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. രണ്ട് സ്ഥലത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ബെൽറ്റ് പഠിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ടൈറ്റ് സൈഡും മറ്റേത് രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് സ്ലാക്ക് സൈഡുമാണെന്ന്. ഓൾസോ അതെങ്ങനെ കണ്ടെത്താമെന്ന് കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞു തരാം. സപ്പോസ് ഫസ്റ്റ് കേസ് എടുക്കുക. ഈ കേസ് നിങ്ങൾ ആദ്യം എടുക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ, സോ റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് സൈഡിലാണ്, അതായത് എവിടെയാണ് ഇത് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കുക. ആ സൈഡിലുള്ള ബാൻഡ് ആണ് ടൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ടൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ടൈറ്റ് സൈഡ്. ആൻഡ് രണ്ടാമത്തെ ഭാഗം അത് റൊട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി ഈ സൈഡിലേക്ക് തള്ളി പോകുന്നത് ഇതാണ് സ്ലാക്ക് സൈഡ് എന്ന് വിളിക്കും. സിമിലർലി ഫോർ ആൻറ്റി ക്ലോക്ക്, ഈ കേസ് എടുക്കുകയാണെങ്കിൽ, ടേക്കിംഗ് ഇൻ ദിസ് കേസ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബാൻഡ് അല്ലെങ്കിൽ ഈ ബെൽറ്റിനെ നിങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ബാൻഡിനെ അല്ലെങ്കിൽ ബെൽറ്റിനെ ഈ ബ്രേക്ക് ഡ്രം ഇന്ന് ടൈറ്റ് ചെയ്ത് നിങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്ത് പറ്റും, ഈ ഭാഗമാണ് ടൈറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ സ്ലാക്ക് സൈഡ്. ഇനി ഓക്കെ, അവിടെ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടൈറ്റ് സൈഡിനകത്തുള്ള ടെൻഷൻ ഞാൻ T1 എന്ന് റെപ്രസെൻറ്റ്, ഞാൻ ഈ കേസ് എടുക്കാം. ആൻഡ് സ്ലാക്ക് സൈഡിൽ ടെൻഷൻ ഞാൻ T2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഡാറ്റാ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റ് സൈഡ് നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് T1 എന്നല്ലെങ്കിൽ F1 എന്നും സ്ലാക്ക് സൈഡിനെ F2 എന്നും വിളിക്കും. സിമിലർലി ഇവിടെ അതുപോലെ തന്നെ F1, T1 ആൻഡ് ഇത് T2, അതേപോലെ
F2 എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് നോക്കാം. കൺസിഡറിങ് clockwise rotation of drum. ഫസ്റ്റ് കേസ് എടുക്കുക, ഈ കേസ് എടുക്കുക. ഇവിടെ അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ മൊമെൻറ്റ് ഇവിടെ എന്താ ഓരോ ഫോഴ്സുകളുണ്ട്. അതേപോലെ എന്ത് ചെയ്യണം, ഇതിൻ്റെ മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൊമെൻറ്റ് അബൌട്ട് we should take the moment of the forces about the point O equal to 0. So therefore sigma MO is equal to 0. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മെക്കാനിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് T2 ആണ്. T2 അബൌട്ട് T2 എന്ന ഫോഴ്സ് നേരെ വരുന്നത് എൻ്റെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓയിക്കോടെയാണ് പാസ് ചെയ്യുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, സോ ഇറ്റ് വിൽ ബി 0. സോ T2 അല്ലെങ്കിൽ F2 into 0, then we have T1 നോക്കുക, അല്ലെങ്കിൽ F1 ഓയും തമ്മിലുള്ള ഫൾക്രം തമ്മിലുള്ള ഡിസ്റ്റൻസ് B ആണ്. സോ ആൻഡ് ഇതിനെയാണ് ഞാൻ F1 എന്ന് എടുക്കുന്നത്. അതേപോലെ ഇത് F2 എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ F2ൻ്റെ ഞാൻ ഓൾസോ F2ൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ clockwise rotation will be taken as positive and anti-clockwise will be taken as clockwise is taken as negative and anti-clockwise will be taken as positive. So plus F minus F1 into B, and അടുത്തത് ഇവിടെ P ഉണ്ട്. ഈ P അതിൻ്റെ ഡിസ്റ്റൻസ് അബൌട്ട് ദ ഫൾക്രം is L. So P into L, and അതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മോഷനാണ്. അപ്പോൾ so that അത് നമുക്ക് പ്ലസ് P into L is equal to 0. P into L is equal to നമുക്ക് 0 എന്ന് എഴുതാം. P into L equal to 0 എന്ന് എടുക്കാം. നമുക്കിതിനെ F1നെ നമ്മൾ RHSലേക്ക് കൊണ്ടുവരുമ്പോൾ P into L is equal to F1 into B. So therefore P is equal to F1 into B by L, or F1 is equal to P into L by B. B. സിമിലർലി ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം. ഡ്രം റൊട്ടേറ്റിംഗ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അങ്ങനെയാവുമ്പോൾ നോക്കൂ, ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്, F2 ഇവിടെ F1 ആണ്, ഇത് F1, and this is F1, and the line of action is passing through, and the line of action is passing through O ആണ്, through O. So therefore the perpendicular distance will be 0, and so that will be 0. And similarly F2 the perpendicular distance of force F2 from fulcrum is B, and so the moment will be F2 into B, and it is rotating in clockwise direction, so it will be negative. And P, the force we applied P, P, this is P, and the perpendicular distance from the fulcrum is L. Therefore the moment is P into L, and it is rotating in anti-clockwise direction, so it is positive. So when you calculate that, sigma moment taking moment about O is equal to 0. Therefore F1 into 0 plus minus F2 into B plus P into L will be equal to 0, or which implies P is equal to F2 into B by L, or
F2 is equal to P into L by B. This is for clockwise rotation and anti-clockwise rotation. Clockwise rotation വരുമ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വരുമ്പോഴും നിങ്ങൾ ഈ ഇക്വേഷൻസ് എടുക്കുക. ഇതാ ഇങ്ങനെയായിരിക്കും ഡ്രം ക്ലോക്ക്. നിങ്ങൾ ആ ഫിഗർ നോക്കുമ്പോൾ അതിനകത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ. അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മൊമെൻ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് നമ്മളുടെ ഡെറിവേഷനാണ്. ഓക്കെ, ഇത് നമുക്ക് ഡാറ്റ ബുക്കിലും ഇത് തന്നിട്ടുണ്ട്. നമ്മൾ ഡാറ്റ ബുക്കിനകത്ത് പേജ് നമ്പർ 267 എടുത്താൽ നമ്മളുടെ പേജ് നമ്പർ 265, 267 അതേപോലെ തന്നെ പേജ് നമ്പർ 267 ഉണ്ട്. നമ്മൾ നേരെ ബ്ലോക്ക് ബ്രേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലോക്ക് ബ്രേക്കിന് തൊട്ട് താഴെ തന്നെ ബാൻഡ് ബ്രേക്കിൻ്റെ കാര്യമുണ്ട്. സിമ്പിൾ ആൻഡ് ഡിഫറൻഷ്യൽ ബാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. F1 F2 is equal to e raised to mu theta. Tangential braking torque T is equal to F1 minus F2. അതേപോലെ ഫോഴ്സ് ഓൺ ഹൈ ടെൻഷൻ സൈഡ് ലോ ടെൻഷൻ സൈഡ് 268 എടുക്കണ്ട, പിന്നെ നമ്മൾ 269 എടുത്താൽ മതി. അതിനകത്ത് H is equal to നമുക്ക് എടുക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ബാൻഡ് തിക്നെസ് നിങ്ങൾ നോക്കണം, അതേപോലെ വിഡ്ത്ത് ഓഫ് ബാൻഡ്, ഈ കാര്യങ്ങൾ എടുക്കണം. അതേപോലെ ഇവിടെ ഇരിക്കുന്ന F1 minus F2 and T is equal to F1 minus F2 into R. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഓൾസോ നമുക്കറിയാം ടാൻജൻഷ്യൽ ഫോഴ്സ് നമുക്കൊരു ടോർക്കിനെ ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഇതിലേക്ക് ആക്കുകയാണെങ്കിൽ ടോർക്ക് ഇസ് ഓൾസോ ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.